സർ, ജാർഖണ്ഡിൽ വാജ്പേയിയുടെ പേരിലുണ്ടായിരുന്ന ഹെൽത്ത് സെൻറ്റേഴ്സ്, നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ പറയുന്നത്, അതിപ്പം മദർ തെരേസയുടെ പേരിലേക്ക് മാറ്റി. അത് സോറൻ സർക്കാരിൻ്റെ ഒരു നിലപാടാണ്. അത് ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? അതെ, ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP അവിടെ ക്ഷുഭിതരാണ്. കാരണം ഇത് വളരെ കാലമായിട്ട് അടൽ മൊഹല്ല ക്ലിനിക്കുകൾ എന്നുള്ള പേരിലാണ് പ്രവർത്തിക്കുന്നത്. ഈ വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ പേര് മദർ തെരേസയുടെ പേരിൽ മദർ തെരേസ അഡ്വാൻസ്ഡ് ഹെൽത്ത് ക്ലിനിക് എന്നും മാറ്റുന്നു. അടൽ മൊഹല്ല ക്ലിനിക്കുകൾ എന്നുള്ള പേര് മദർ തെരേസ അഡ്വാൻസ്ഡ് ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് പേരുകൾ ഇങ്ങനെ മാറ്റുന്നു. അത് പേര് മാറ്റുമ്പോൾ തന്നെ എന്തുകൊണ്ട് മദർ തെരേസ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ആ ചോദ്യങ്ങളാണ് മദർ തെരേസ അങ്ങനെ ചെയ്യേണ്ട ഒരാളാണോ എന്നുള്ള ചോദ്യങ്ങളുമൊക്കെ BJP ഉയർത്തിയിട്ടുണ്ട്. ഇത് പ്രാഥമിക കേന്ദ്രങ്ങളാണ് അവിടെ, ആരോഗ്യത്തിൻ്റെ പ്രാഥമിക കേന്ദ്രങ്ങൾ. പിന്നെ ഈ ലാബ് ടെസ്റ്റൊക്കെ ഇല്ലേ പ്രാഥമികമായ, ഇതൊക്കെ ഈ സ്ഥലത്ത് ചെയ്യാറുണ്ട്, ഈ മൊഹല്ല ക്ലിനിക്കുകളിൽ. പിന്നെ വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പ്രാഥമിക പരിശോധനകളും മരുന്ന് കൊടുക്കുന്നത് ഒക്കെ അവിടെയാണ്. അപ്പോൾ BJPയിൽ ജാർഖണ്ഡിൽ BJP നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ക്ലിനിക്കുകളാണ് ഇത്. അപ്പോൾ BJP പറയുന്നത് നിർബന്ധിത മതം മാറ്റം അല്ലെങ്കിൽ മതം മാറ്റം, ഇതിനൊക്കെ വേണ്ടി നിലകൊണ്ട ഒരാളാണ് മദർ തെരേസ. മദർ തെരേസയുടെ പേരിൽ എന്തിനിത് മാറ്റി? 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി ഉണ്ടാവുന്നത് മദർ തെരേസയുടെ. 2 വർഷത്തിൻ്റെ ഉള്ളിൽ കൽക്കത്തയിൽ ഹൗസ് ഓഫ് ഡൈങ് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കി. അതായത് തെരുവിലൊക്കെ കിടന്ന് മരിക്കുമല്ലോ, മരണാസന്നരായ ആളുകളെയൊക്കെ എടുത്തുകൊണ്ടുപോയി പാർപ്പിക്കുന്ന സ്ഥലമാണ് ഈ ഹൗസ് ഓഫ് ഡൈങ് എന്ന് പറഞ്ഞാൽ. മരിക്കുന്നവർക്കൊരു വീട് എന്ന് പറഞ്ഞിട്ട് തെരുവിലൊക്കെ കിടന്ന് മരിക്കുന്ന ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി, മദറിനെ പറ്റി ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ. ദ ലാൻസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മെഡിക്കൽ ജേണലില്ലേ, വളരെ പ്രശസ്തമാണ് ലോകത്തിൽ. ദ ലാൻസെറ്റിലെ ഡോക്ടർ ഫോക്സ് 1994 കൊൽക്കത്തയിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഈ ഹൗസ് ഓഫ് ഡൈങ്ങിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ഹൈജീൻ ഇല്ലേ വളരെ മോശമാണ്, നന്നായിട്ടല്ല ആ സ്ഥലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ആരോഗ്യപരമായ ഒരു സൗകര്യങ്ങളും അവിടെ ഇല്ല. പിന്നെ അവിടുത്തെ രോഗികൾക്ക് വേദന സംഹാരികൾ കൊടുക്കുന്നില്ല. മരണാസന്നരായ ആളുകൾക്ക് പലതരം വേദനകൾ ഉണ്ടാവുമല്ലോ, പെയിൻ കില്ലേഴ്സ് അവിടെ കൊടുക്കുന്നില്ല. വല്ലാത്ത ഈ അവഗണന അവിടെ കൊണ്ടുവരുന്ന രോഗികൾ നേരിടുന്നുണ്ട് എന്ന് ഡോക്ടർ ഫോക്സ്, ലാൻസെറ്റ് എന്നുള്ള ഡോക്ടർ ഫോക്സ് വരികയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. നെഗ്ലിജൻസ് വല്ലാതെ ഉണ്ട്, വേണ്ട രീതിയിലല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 1994 ഹെൽത്ത് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി മദർ തെരേസയെ പറ്റി വന്നിരുന്നു. അതിൽ മേരി ലൗഡൻ പറയുന്നുണ്ട്, അതായത് ഇതില്ലേ കുത്തിവെക്കുന്ന സൂചികൾ റീയൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിച്ചത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഉപയോഗിച്ചൊരു സൂചി വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ട് ഉപയോഗിക്കുകയാണ്, സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഉപയോഗിച്ച സൂചി വീണ്ടും ഉപയോഗിക്കുന്നു, വെറും വെള്ളത്തിൽ കഴുകുന്നു, സ്റ്റെറിലൈസ് ചെയ്യാറില്ല. അപ്പോൾ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിരുന്നില്ല എന്നും പറയുന്നുണ്ട്. കിഡ്നി പ്രശ്നങ്ങളുള്ള കുട്ടിയായിരുന്നു എന്ന് ഈ ഡോക്യുമെൻ്ററിയിൽ മേരി ലൗഡൻ പറയുന്നുണ്ട്. പിന്നെ ഈ മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അപ്രകാശിതമാണ്. മദർ തെരേസയുടെ കൂടെ 9.5 കൊല്ലം ഉണ്ടായിരുന്ന സുഷാൻ ഷീൽസ് എഴുതിയതാണ് ഈ അപ്രകാശിത പുസ്തകം മദേഴ്സ് ഹൗസ്. ഈ മദേഴ്സ് ഹൗസിൽ നിന്നുള്ള അപ്രകാശിത പുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങളും ഈ ഡോക്യുമെൻ്ററിയിൽ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത്, സുഷാൻ ഷീൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മരണാസന്നരായ രോഗികളുണ്ടല്ലോ തെരുവിൽ നിന്ന് കൊണ്ടുവരുന്നവരെ, ഇവരെ അവിടെ രഹസ്യമായിട്ട് മതം മാറ്റുന്നുണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ്. അതായത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ബാപ്റ്റിസം, ജ്ഞാനസ്നാനം ഇല്ലേ ചെയ്യിക്കുന്നുണ്ടായിരുന്നു എന്ന്. അതായത്
ഇവരറിയാതെ തന്നെ നെറ്റി തടവും ആരെങ്കിലും വന്നിട്ട്, എന്നിട്ട് നനഞ്ഞ തുണി കൊണ്ട് തടവും. ഇതാണ് ഈ ബാപ്റ്റിസം. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ്, മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രഹസ്യമായിട്ട് മതം മാറ്റുന്നുണ്ടായിരുന്നു. ഈ ഭാഗം, ഈ അപ്രകാശിത പുസ്തകത്തിലെ ഈ ഭാഗം ദ മിഷണറി പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ കോൺട്രവേഴ്സ്യലായ ഒരു പുസ്തകം വന്നിരുന്നു. ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെ 1995 ഇറങ്ങിയത്. ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെ പുസ്തകത്തിൽ മദറിനെ പറ്റിയുള്ള ദ മിഷണറി പൊസിഷൻ, അതിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 1992 മദർ തന്നെ പറഞ്ഞിരുന്നു 29,000 പേരെ ഇങ്ങനെ മരണക്കിടക്കയിൽ നിന്നും മതം മാറ്റിയിട്ടുണ്ടെന്ന്. ബാപ്റ്റിസം രഹസ്യ മതം മാറ്റം നടന്നിട്ടുണ്ടെന്ന് 29,000 പേരെ. 1979 അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് സമാധാനത്തിനുള്ള. 105 രാജ്യങ്ങളിൽ അവരുടെ സന്യാസ സമൂഹം, മിഷണറീസ് ഓഫ് ചാരിറ്റി, ആ സമയത്തുണ്ട്. പിന്നെ അവരുടെ ഒരു നയം എന്തായിരുന്നു വെച്ചാൽ സഫറിങ് ആസ് എ മീൻസ് ഓഫ് റീച്ചിങ് ഗോഡ്, അതായത് ദൈവത്തിങ്കിലേക്ക് എത്താൻ ദുരിതം ഒരു വഴിയാണ് എന്നുള്ളത്. എന്ന് പറയുമ്പോൾ ദുരിതം അനുഭവിച്ച് തന്നെ മരിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിച്ചത്. ഹൗസ് ഓഫ് ഡൈയിങ്ങിലൊന്നും നന്നായിട്ട് പരിചരിക്കുന്നുണ്ടായിരുന്നില്ല, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അരൂപ് ചാറ്റർജിയുടെ ഒരു പുസ്തകമുണ്ട്, മദർ തെരേസ ദി അൺടോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ അവരുടെ സ്വന്തം ചികിത്സയ്ക്ക് മദർ നല്ല ആശുപത്രികളിലാണ് പോയിക്കൊണ്ടിരുന്നത്. രോഗികളെ ഇങ്ങനെയാണ് പരിചരിച്ചുകൊണ്ടിരുന്നത്, അവർ നല്ല ആശുപത്രികളിലാണ് പോയിരുന്നത്. 1996 വുഡ്ലാൻഡ്സ് ക്ലിനിക്ക്, അതുപോലെ ബിർള ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെയാണ് അവർ ചികിത്സയ്ക്ക് പോയിരുന്നത്. പിന്നെ റോമിലെ ഗെമില്ലി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് മദർ. കാലിഫോർണിയയിലെ സ്ക്രിപ്സ് ക്ലിനിക്കിൽ അവർ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. 2018 ജൂണിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി ജാർഖണ്ഡിൽ, ഇപ്പോൾ ജാർഖണ്ഡിലെ കഥയാണല്ലോ പറയുന്നത്, 2018 മിഷണറീസ് ഓഫ് ചാരിറ്റി ജാർഖണ്ഡിൽ കുഞ്ഞുങ്ങളെ വിറ്റതായിട്ട് ഒരു ആരോപണം വന്നിരുന്നു, റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ഈ സോറൻ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈസ്തവ സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം ശരിക്കും അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതായത് സത്യത്തിൽ എന്തുകൊണ്ട് മദർ തെരേസയുടെ പേരിട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതെ. അപ്പോൾ അത് ഏതോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതാണത്. എവിടുന്നൊക്കെ ഫണ്ട് അവിടേക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ സൊറൻ്റെയൊക്കെ പാർട്ടിയെ പറ്റി നമുക്കറിയാമല്ലോ. MIM എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ, നരസിംഹറാവുവിൻ്റെ കാലത്തെ കോഴ കേസുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എവിടുന്നെങ്കിലും ഈ മറാണ്ടി എന്നൊക്കെ പറഞ്ഞ ബാബു ലാൽ മറാണ്ടി, ഈ കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ സർക്കാർ ഖനികളുമൊക്കെ ഇല്ലേ, അതെ, സ്വന്തം മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ സ്വന്തം പേരിലൊക്കെ ആക്കുക, ഖനികളിൽ നിന്നുള്ള അതൊക്കെ പാട്ടത്തിന് കൊടുക്കുക, ഇതൊക്കെ ചെയ്തുന്ന പരിപാടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എവിടുന്നെങ്കിലും ഫണ്ട് വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ള കാര്യങ്ങളാണ് ഈ സ്വർണ്ണ പോലുള്ള ആളുകളൊക്കെ, ഹേമന്ത് സ്വർണ്ണ പോലുള്ള ആളുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഏതോ ഒരു ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കളുടെ പേര് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല എയർപോർട്ടുകളിലെ റോഡുകളുടെ പേര് പലതുമൊക്കെ മാറ്റുന്നുണ്ടല്ലോ രാജ്യത്ത്. അതെ. അപ്പോൾ ഡൽഹിയിൽ തന്നെ പറഞ്ഞില്ല, റോഡുകളുടെ പേരുകളൊക്കെ മാറ്റുന്നില്ലേ, ബ്രിട്ടീഷുകാരുടെ പേരിലൊക്കെ വിഴുപ്പ് ചുമക്കുന്നില്ല, നമ്മൾ നമ്മുടെ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇവിടത്തെ ഏതെങ്കിലും നേതാക്കളുടെ പേരിട്ടാലും അത്യാവശ്യം ചിലപ്പോൾ സമ്മതിച്ചു എന്നൊക്കെ വരും ഇല്ലേ. അതെ. ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ പേരോ രാജീവ് ഗാന്ധിയുടെ പേരോ രാഹുൽ ഗാന്ധിയുടെ പേരോ അല്ലെങ്കിൽ അവരുടെ തന്നെ പാർട്ടിയിൽ നിന്നുള്ള ആളുകളുടെ പേരോ ഒക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല. ഇതെങ്ങനെ മദർ തെരേസ ശരിക്കും ഒരു കോൺട്രവേഴ്സ്യൽ ഫിഗറാണ്. ഇതൊന്നും അല്ലാത്ത തരം കോൺട്രവേഴ്സികളും ഒക്കെ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ പേരെന്തിനിട്ടു, വാജ്പേയിയുടെ പേര് മാറ്റിയിട്ട് എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. പിന്നെ വാജ്പേയി തന്നെ അത്യാവശ്യം സെക്യുലർ ആയിരുന്ന ഒരാളല്ലേ. അതെ അതെ. ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുകളൊന്നും ഉണ്ടായിരുന്ന ആളല്ലല്ലോ. അല്ലല്ല. BJP എന്ന് പറഞ്ഞ സംഘടന ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ
വാജ്പേയിയൊക്കെ നമ്മൾ ഗാന്ധിയൻ രീതികൾ പിന്തുടരണം അല്ലേ അതെ. എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. ഗാന്ധിയൻ സോഷ്യലിസം അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയം. ഈ ജനകീയ നേതാവെന്ന പരിവേഷമുണ്ട് AB വാജ്പേയിക്ക്. അദ്ദേഹം ഒരു ടേം 5 വർഷക്കാലം പൂർത്തിയാക്കിയ BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അല്ലെ അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഇത് ആശുപത്രിക്കൊക്കെ പേരിട്ട് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് മാറ്റുന്നതിൻ്റെ പിന്നിൽ അജണ്ട ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നില്ലേ ശരിക്കും? ഈ സൊറൻ എന്ന് പറയുന്ന ആൾ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ അത് വാജ്പേയിയുമായിട്ട് എങ്ങനെയാണ് അത് കൂട്ടിയിണക്കുന്നത്? വാജ്പേയി എന്ന് പറയുന്ന ഒരു വലിയ നമ്മുടെ ഇന്ത്യയുടെ അല്ലേ സ്റ്റേറ്റ്സ്മാൻ പൊളിറ്റീഷ്യനായിരുന്ന ആളാണ്. ലോകമൊക്കെ മതിക്കുന്ന ഒരാളാണ് അല്ലേ. അദ്ദേഹം പാകിസ്ഥാനിലേക്കുള്ള ബസ് യാത്രയൊക്കെ ലാഹോർ ബസ് യാത്ര ഒക്കെ തുടങ്ങി വെച്ച ഒരാളാണ്, ഷെറീഫ് ഉണ്ടായിരുന്ന കാലത്തുമൊക്കെ. അപ്പോൾ വളരെ വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരാൾ അല്ലേ. നമ്മുടെ ഭാരതരത്നം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരാള്, കവി, വലിയ പല ഫേസ് സെറ്റ്സ് ഇല്ലേ, പല മുഖങ്ങളുള്ള സാംസ്കാരിക വ്യക്തിയും ഒക്കെ അല്ലേ. എത്രയോ കാലം രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലേ, ഭരണത്തിലൊന്നും അധികകാലം ഉണ്ടായിരുന്ന ആളല്ലല്ലോ. ആദ്യം 13 ദിവസം അല്ലേ, പിന്നെയാണ് പൂർത്തിയാക്കുന്നത്. കുറെ കാലം പ്രതിപക്ഷത്ത് നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് എന്തിനു മാറ്റി, എങ്ങനെ മദർ തെരേസ വന്നു, വളരെ ദുരൂഹമാണ്. അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പോലും അതിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.